ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവിടെ നെയിം പറയുക. ഷോർട്ട് റീഡിംഗ് ആണ് കേട്ടോ. നമുക്ക് പേഴ്സണൽ റീഡിങ്സ് ഉണ്ടായിരിക്കുന്നതല്ല നെക്സ്റ്റ് വീക്ക് മുതൽ. ഈ ഒരു ആഴ്ച മാത്രമായിരിക്കും നമുക്ക് പേഴ്സണൽ റീഡിങ്സ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇന്നർ വർക്കിലാണ്, അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് റീഡിങ്സ് ഒരു 4, 5, 6 months ഉണ്ടാവില്ല. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നമ്മളിങ്ങനെ ഈ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് കൊടുക്കുന്നില്ലേ മുകളിൽ, നിങ്ങൾ അതിൽ കോൾ ചെയ്യേണ്ട, എനിക്ക് വാട്സപ്പ് മെസ്സേജസ് ചെയ്താൽ മതിയാവും. ഞാനതിൽ മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടാവും. നമ്മൾ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങളോട് ഓൾറെഡി ഞാൻ പറയാറുള്ളത് കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല എന്നുള്ളത്. അതുകൊണ്ട് ഓക്കെ. സോ ഈ ഒരു ടൈമിൽ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു ന്യൂ പേഴ്സൺ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഈ ഒരു ടൈമിൽ എൻഡിങ്ങിന്റെ ഒരു ഫേസിലേക്കാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒത്തിരിയധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഇവിടെ മെയിൻ ആയിട്ടും നിങ്ങളുടെ കണക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള റീസണും ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, അപ്പം ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ എനിക്ക് വേണ്ടി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മൾ പറയും ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ, അത് ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടുള്ള ഒരു ബൗണ്ടറി ഒന്നും അല്ല. സ്നേഹമുണ്ട്, സ്നേഹം ഇല്ലാഴികയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ഒരു വ്യക്തി അറ്റ് ദി സെയിം ടൈം, ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ഉള്ള ടൈമിലും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് കണക്ട് ആവണം. നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജി ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഈ ഒരു വ്യക്തിയിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? വളരെ റെയർ കേസസിൽ മാത്രം ഞാൻ ഓൾറെഡി പറഞ്ഞത്, നിങ്ങളുടെ പേഴ്സണ് വളരെയധികം സ്ട്രെസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. നിങ്ങളെ വിശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഒരു പക്ഷെ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ സംശയരോഗം, അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ പേഴ്സണ്. ട്രസ്റ്റ് ഇഷ്യൂസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഇടയ്ക്കിടയ്ക്കുള്ള നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും എനിക്ക് ഇവിടെ ഈ ഒരു കണക്ഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. നിങ്ങളെ വേറെ ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു എനർജീസ് എനിക്ക് തോന്നുന്നു. ഞാനൊരു പേഴ്സണൽ റീഡിങ് എടുത്തതിന്റെ ഒരു എനർജി പോലെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എവിടേക്കും ചെറിയ രീതിക്ക് ഇനി ഈ ഒരു ഡെക്ക് ഉപയോഗിച്ചിട്ടാണ് പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. വളരെ നമ്മൾ കൂടുതലായിട്ട് ഒരു റിലേഷനിൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴും അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവിടെ നിൽക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. കൂടുതലായിട്ട് ഒരു പോസിറ്റീവ്നെസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. മൂവിങ് ഓൺ ഇന്റെ എനർജീസ് ആണ്. അപ്പം ഇവിടെ ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവും. മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം എപ്പോഴും ഈ ഒരു കണക്ഷനിൽ അത്ര സീരിയസ് ആയിട്ട് ഈ ഒരു വ്യക്തി നിൽക്കുന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റോ സ്റ്റെബിലിറ്റി ഒരു വ്യക്തിയുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തരുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളെ കൂടുതലായിട്ട് ഭരിക്കാനും വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജീസ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹവും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്നാണ്. കാരണം ഹോളിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈസ് ഓഫ് ഫാൻസിന്റെ എനർജീസും ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നുള്ളത്. പക്ഷേങ്കിൽ ഇവിടെ ന്യൂ ബിഗിനിങ് ചെയ്യണം എന്നുള്ളൊരു ഡിസയർ മാത്രമാണ്. ഡിസയർ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും എന്താ പറയുക, അവിടെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഇവരുടെ ഡിസയർ ആണ്, ഇവർക്കൊരു ന്യൂ ബിഗിനിങ് ചെയ്യണം എന്നുള്ള ഒരു ഡിസയർ ഇവരുടെ മനസ്സിലുണ്ട്. അതിന് എഫേർട്ട് എടുക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇപ്പോഴല്ല,
ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എനർജീസ് ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കാണുന്നുള്ളത്. ഇപ്പൊ എന്താണോ സിറ്റുവേഷൻ എക്സാക്ട് ആ ഒരു രീതിക്ക് ഈ ഒരു സിറ്റുവേഷൻസ് പോട്ടെ. പിന്നീട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. പിന്നീട് ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും ഒരു ഔട്ട്കം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. റീയൂണിയന്റെ എനർജീസ് ആണ് ഇത് കാണിക്കുന്നുള്ളത് കേട്ടോ. സോ ഇവിടെ റീയൂണിയൻ പക്കായാണ്. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന ആരാണെങ്കിലും ഇവിടെ റീയൂണിയൻ നിങ്ങൾക്ക് പോസിബിൾ ആവുന്നുണ്ടാവും, ഇത് തിരിച്ചു വരുന്നുണ്ടാവും. കാരണം ഇവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളോടുള്ള അത്രയും ഇന്റിമസി ഇവിടെ തേർഡ് പേഴ്സൺ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ 8 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തിരിച്ചു വരും, ഇമോഷണൽ ആയിട്ട് തന്നെ തിരിച്ചു വരും. ഇവർ നിങ്ങളോട് പറയുന്നുണ്ടാവും ഞാൻ എന്നെ ഒത്തിരി മിസ് ചെയ്തു, നീ എന്നെ മിസ് ചെയ്തോ, എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു സ്ട്രെങ്തിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ഇവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവരുടെ ഫീലിംഗ്സിനെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, എംബ്രർ എന്നുള്ള ഒരു എനർജിയിൽ എനിക്ക് നിൽക്കുകയാണ്. ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈഗോ ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നല്ല രീതിക്ക് ഈഗോ ഉണ്ടാവും ഈ ഒരു വ്യക്തിക്ക്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഡോമിനേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഡാഡി, ഷുഗർ ഡാഡി, ആ ഒരു എനർജി ആയിരിക്കും ഇവിടെ. നിങ്ങളെ കഴിഞ്ഞും കുറച്ചുകൂടി ഓൾഡർ ആയിട്ടുള്ള ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ. അല്ലെങ്കിൽ ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങളെ കഴിഞ്ഞ് മൂത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാവും. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരു മിനിറ്റ്, എനിക്കൊരു കോള്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റീഡിംഗ് ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഓക്കെ, ഇവർക്കും ഒരു ഹീലിംഗ് ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളൊരു മട്ടും ഭാവവും ഈ ഒരു വ്യക്തി കാണിക്കുന്ന ആ ഒരു ടൈമിൽ പോലും ഇവർക്ക് നല്ല രീതിക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇവർ നന്നായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലായിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് ഒത്തിരി അധികം ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു ലവ് എന്നുള്ള ഒരു എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരു കണക്ഷൻ നമുക്ക് സ്റ്റെബിലിറ്റി തരുന്നില്ല, അതിലൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, ആളൊരു സീരിയസ് ആയിട്ട് ഈ ഒരു കണക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷെ നമുക്ക് മനസ്സ് മടിക്കുന്നുണ്ടാവും. ആ ഒരു എനർജീസ് ഇവിടെയാണെങ്കിലും ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നു. ഇവർക്ക് ഓവർഫ്ലോയിങ് ഓഫ് ലവ് നിങ്ങളോടുണ്ട്. ഇവിടെ സ്റ്റക്കായിട്ട് തന്നെ ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. നമുക്ക് ആ ഒരു എനർജീസ് ഇവിടെ കാണാനും പറ്റുന്നുള്ളത്. ഇതിൽ ഈ ഒരു കണക്ഷനിൽ അയാൾക്ക് നിൽക്കാനും പറ്റുന്നില്ല, ഇതിൽ നിന്ന് മൂവ് ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു എനർജി ഈ ഒരു വ്യക്തിയുടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവും. ഈ ഒരു വ്യക്തി റിട്ടേൺ വരുമോ? കിങ് ഓഫ് കപ്സ്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കുന്നുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ മെസ്സേജസും കോളും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനൊരു മെയിൻ റീസൺ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. കണ്ടില്ലേ, ആള് സാഡ് ആണ്, ഡൗൺ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മെസ്സേജസോ നിങ്ങളുടെ കപ്പ് ഓഫ് ലവോ ഒന്നും ഈ ഒരു വ്യക്തി റിസീവ് ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. നിങ്ങളെ പക്ഷെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ അറിയുന്നുണ്ടാവണം. ആ ഒരു എനർജീസ് ആണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഒരു റീകോൺസിലേഷൻ പോസിബിൾ ആവാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ഇവിടെ 3-4 കാർഡ്സുകൾ റീയൂണിയന്റെ തന്നെ വന്നിട്ടുണ്ട്. ഇവരുടെ മൈൻഡിൽ ഇവരുടെ കറന്റ് ഫീലിംഗ്സിൽ ഏറ്റവും കൂടുതൽ ഇവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നുള്ളത്. നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുള്ളത്. ഈ ഒരു കണക്ഷൻ അഫോർട്ട് എടുക്കാനാണ് ഈ ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലും ഇയാൾ ആഗ്രഹിക്കുന്ന രീതിക്ക് തേർഡ് പാർട്ടി ഇയാളെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. തേർഡ് പാർട്ടി ആയിട്ട് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ കണക്ഷൻസ് എങ്ങനെയുള്ളതാണ്, എന്താണ് തേർഡ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്? തേർഡ് പാർട്ടിയുടെ ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ മെയിൻ ആയിട്ട് നടക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ നിൽക്കാനും പറ്റുന്നില്ല, ഈ ഒരു തേർഡ് പാർട്ടി അടുത്തൊന്നും മൂവ് ചെയ്യാനും പറ്റുന്നില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ആയിട്ട് ഇയാൾക്ക് ഒരു അവേക്കനിങ് എനർജി കൊടുക്കുകയാണ്. നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ വാല്യൂ യൂണിവേഴ്സ് ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വരണോ, നിങ്ങളുടെ അടുത്തേക്ക് വരണോ എന്നുള്ള രീതിക്ക് ടോട്ടലി സ്റ്റക്കാണ്. തേർഡ് പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് വശങ്ങൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ, രണ്ട് വശം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയുടെ.
നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. വല്ലാത്തൊരു ഫിയറിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ഇപ്പം എവിടെ പോയാലാണ് ഇയാള് സേഫ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു എനർജി ആയിരിക്കും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സം കേസസിൽ ചില കേസസിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം. നിങ്ങളൊരു മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്. ഫാമിലിയിൽ ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി ഇവിടെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്നുള്ളത്. ബട്ട് എക്സാക്ട് ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ ഒരു അബൻഡൻസ് ആണ് ആഗ്രഹിക്കുന്നുള്ളത്. അബൻഡൻസ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നുള്ളത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ഇയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അത് ഈ ഒരു കണക്ഷൻ റിസീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇവരുടെ മെയിൻ കാര്യം എന്താണെന്നറിയോ, ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ നിൽക്കണം ഈ ഒരു കണക്ഷനിൽ. നിങ്ങൾ ഇവരോട് കമ്മിറ്റ്മെന്റ് ചോദിക്കാൻ പാടില്ല, സ്നേഹം ചോദിക്കാൻ പാടില്ല. ഇവരെന്ത് തരുന്നോ നിങ്ങൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു എനർജീസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നുള്ളത്. ബട്ട് ഒരു മനുഷ്യന് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഒരു ബന്ധത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്കും വലിയൊരു നല്ല ഡിവൈൻ എനർജി ആയിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു ഡിവൈൻ ആവാൻ പറ്റില്ല. നമ്മളെപ്പോഴും മനുഷ്യനാണ്. അപ്പൊ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നുള്ളത്. ഒരാൾ നമുക്ക് തരുന്നില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ തോന്നില്ല. കോംപ്രമൈസ്, ഇവർ കോംപ്രമൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഇവർ മെയിൻ ആയിട്ടും ഒത്തിരിയധികം പൊളിറ്റിക്സ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ട്, മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മൈൻഡ് ഗെയിംസ് ഇവിടെ വളരെ ടോക്സിക് ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ളത്. ടോക്സിക് ആയിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ചിരിച്ചു കാണിച്ച് മുന്നിൽ കാണിച്ചിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കറക്റ്റ് ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി വീണ്ടും കുറച്ച് മൈൻഡ് ഗെയിംസ് ഒക്കെ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഒരു കോംപ്രമൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ബി കെയർഫുൾ. വീണ്ടും ഒരു തവണ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയുന്ന സെയിം പോയിന്റ്സിൽ വീണ്ടും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ആള് ജെനുവിൻ ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ള ആക്ഷൻസും കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ. കാരണം കരയാനായിട്ട് നിങ്ങൾ മാത്രമേ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. ബി കെയർഫുൾ. ഓക്കെ. ബിയോണ്ട് ഇല്യൂഷൻ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് സ്ട്രെസ് ഇൻ എനർജീസ്. ഇവിടെ നിങ്ങളോട് മിണ്ടാത്തതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ടും സ്ട്രെസ്സിലാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവർ സ്ട്രെസ്സിലാണെന്നുള്ള കാര്യം ഇവർ കാണിക്കുന്നില്ല. ഇവർ ഡൗൺ ആണെന്നുള്ള കാര്യം ഇവർ കാണിക്കുന്നില്ല. ഇവരുടെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയത്തില്ലേ, നിങ്ങളെന്ന് പറഞ്ഞ ഇവരുടെ ലൈഫിലെ സണ്ണാണ്. ഒരു ദിവസം സൺ റേസ് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം ഡാർക്ക്നെസ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷന്റെ ടൈമിൽ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇവർ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് കണക്ട് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത്. ആ ഒരു എനർജീസ് ആണ്. ഇവിടെ എന്ത് കാണിച്ചിട്ടാണെങ്കിലും നിങ്ങളുമായിട്ട് ഇപ്പൊ ഒരു റീയൂണിയൻ വേണം, അതാണ് ഇവരുടെ ആവശ്യം. പക്ഷെ ഇത് ഏത് തരത്തിൽ എങ്ങനെ ഈ ഒരു റീയൂണിയൻ പോസിബിൾ ആക്കും എന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പൊ തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും തേർഡ് പാർട്ടി ആയിട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നിങ്ങളുടെ കണക്ഷനിലാകുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. പക്ഷെ തേർഡ് പാർട്ടി ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയല്ല. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി എടുത്ത് ആ മൈൻഡ് ഗെയിംസ് കളിച്ച് നിൽക്കാനായിട്ടും പറ്റത്തില്ല. അപ്പം തേർഡ് പാർട്ടി ഇവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും തേർഡ് സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിനെ ശരിക്കും ഭയങ്കരമായിട്ടും സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഇയാൾക്ക് നല്ല രീതിക്ക് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഇയാൾക്ക് ഒത്തിരി അധികം ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. മാക്സിമം ഇയാള് ഒത്തുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസാണ്. കുറെയൊക്കെ മൈൻഡ് ഗെയിംസ് കളിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിക്കും തേർഡ് പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി. ഇയാൾ അവിടെ ജെനുവിൻ ആയിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ആണ് ഇവിടെ ഇയാളുടെ അടുത്ത് മൈൻഡ് ഗെയിംസ് കളിക്കുന്നുള്ളതും ഇയാളെ കോമാളിയുമ്പോൾ ആക്കുന്നുള്ളതും. ഒരുപക്ഷെ ഇതൊരു കർമ്മയായിട്ടുള്ള ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കർമ്മ തിരിച്ചു കിട്ടുന്നു എന്നാണ്. കാരണം നിങ്ങൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്താൽ അത്രയും മാത്രം ഈ ഒരു വ്യക്തി തേർഡ് സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് കാണിക്കുന്നില്ലത്. ഞാൻ ഹാപ്പിയാണ് എല്ലാ സിറ്റുവേഷൻസിലും, ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഞാൻ ഹാപ്പിയാണെന്ന് ഇവർ കാണിക്കുന്നത്. പക്ഷെ ഇവര് ഹാപ്പി അല്ല, നല്ല ഡൗൺ ആണ്. ഫൈറ്റിങ്ങിന്റെ എനർജീസ് കണ്ടില്ലേ. ഇവരുടെ മനസ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഇവർക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രെയർ ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതിരിക്കോ അത് വേറൊരു കാര്യം. പക്ഷെങ്കിൽ ഇവിടെ അയാളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു ബാഡ് കർമ്മയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യത്തിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനു ശേഷമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് ഇയാൾക്ക് നിങ്ങളുടെ വർത്ത് വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമില്
ഇവർ നിങ്ങളുമായിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്റെ പേഴ്സൺ റിട്ടേൺ അയാള് റീകണക്ട് ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് റീകണക്ട് ആവണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളെ നമ്മളെ കൊണ്ട് റീകണക്ട് ചെയ്യിക്കാനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല. അതാണ് ഇവിടെ മെയിൻ സംഭവം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി റീസെന്റ് ആയിട്ട് ഇവരുടെ മൈൻഡ് ഭയങ്കര ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുന്നുണ്ടാവും മൈൻഡിനെ ഒന്ന് കാം ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇവരിപ്പം ആഗ്രഹിക്കുന്ന ഒരു ഹീലിംഗ് ആണ് ആഗ്രഹിക്കുന്നുള്ളത്. ഓവറോൾ ഇവരുടെ ലൈഫിൽ നിന്നൊക്കെ ഇവർക്ക് കുറച്ച് ശാന്തത ഇമ്പോർട്ടന്റ് ആണ്, പീസ് ഇമ്പോർട്ടന്റ് ആണ്, ഒരു കാംനെസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലൈഫിലൊക്കെ എല്ലായിടത്തും ഒരു റിലാക്സേഷൻ ആവശ്യമാണ്. കാരണം എനിക്കതിവിടെ മൊത്തം ബ്ലോക്കേജസ് ആണ് ഇവരുടെ ലൈഫിൽ. ഓരോ കാര്യങ്ങളിലും ചാലഞ്ചസ് ഒത്തിരി അധികം ഇയാളുടെ ലൈഫിൽ ഇയാൾ ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെന്റിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ ഒരു വ്യക്തിക്ക് എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് ആണ് ആവശ്യം. ഓക്കെ, അത് മാത്രമല്ല നമ്മളെ കേൾക്കുന്ന ഒരാൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ അതുപോലത്തെ ഒരു വ്യക്തി ആയിരിക്കണം. ഒരു വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി നിങ്ങൾ ചിലതൊക്കെ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ടായിരിക്കും കാണുന്നുള്ളത്. എന്തായാലും ഇവിടെ തേർഡ് പേഴ്സണുമായിട്ട് ഇയാൾ ഹാപ്പി അല്ല. അതിപ്പം എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ശരി, അവിടെ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഇയാളെ ശരിക്കും അങ്ങ് എന്താ പറയാ ഒരു സമാധാനം കൊടുക്കാത്തൊരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.